ഹായ് എല്ലാവർക്കും ട്രാവൽ ബൈ അഷ്കർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ചിഗു ക്യാമ്പ് എന്നുള്ള സ്ഥലത്താണ്. ഇന്നലെ വന്നിട്ട് നമുക്ക് ഇന്നലെ ഒരു കിട്ടിയില്ല റൂമൊക്കെ കിട്ടി. ഈ കാണുന്ന ചിഗു കോട്ടേജിലാണ്. അത് എനിക്ക് നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ച് ഇറങ്ങാനുള്ള പ്ലാനിലാട്ടോ. അപ്പോൾ ബാത്റൂം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചതാണ്. ഇപ്പോൾ കറണ്ട് ഇല്ല കേട്ടോ, ലൈറ്റ് ചെറിയ രീതിയിലേ ഉള്ളൂ. ഇപ്പോൾ ഇതാണ് ബാത്റൂം. ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടാവുണ്ട് കേട്ടോ. കാരണം ഇവിടെ ജനറേറ്ററിലാണ് ഇതെല്ലാം ഓടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ലൈറ്റ് രാവിലെ ഉണ്ടാവില്ല. ഇതെനിക്ക് തോന്നുന്നു ബാറ്ററി എന്തോന്ന് തോന്നട്ടാ. ഞാൻ പുറത്തെ വ്യൂ കാണിച്ചു തരാട്ടെ എനിക്ക്. ഇങ്ങനെ വാതിൽ വന്നിട്ട് എൻ്റെ മോനെ കിട്ടില്ല വ്യൂ ആട്ടാ. ഈ കോട്ടേജുകളാണ് നമ്മൾ താമസിച്ചത്. ഇത് അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള കേട്ടാ. ഇത് സിംഗിളാണ് നമ്മൾ താമസിച്ചത്. പിന്നെ ഡബിള് അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ ഒഴുകി തന്നെ കാണാൻ പറ്റും കേട്ടോ. അത് നോക്കി, അവിടെ നിന്ന് പറഞ്ഞ ഒഴുകി വന്നിട്ടുണ്ട്. പിന്നെ അതെ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട മെയിനായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. അതുപോലെ തന്നെ ദേ ഇവിടെ ഉണ്ട് ഒന്ന്. പിന്നെ അതുപോലെ തന്നെ ഇത് അവിടേക്ക് ഉണ്ട് കേട്ടോ, ഓരോന്നായിട്ട്. വല്ലാത്ത ഭംഗിയാണ് ഈ ഒരു വെള്ളച്ചാട്ടങ്ങൾ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ വേണ്ടി കേട്ടോ. എൻ്റെ സൈക്കിൾ അതിൻ്റെ ഉള്ളിലാണ് വെച്ചേക്കണത്. ഇനിയിപ്പോൾ പാക്ക് ചെയ്ത് പയ്യെ ഇറങ്ങണം കേട്ടോ. അതുപോലെ നമ്മൾ രാവിലെ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാഗിയാണ് ഉണ്ടാക്കണത്. തീ ഒന്ന് കുറച്ച് നോക്കട്ടോ. ഇങ്ങനെ വെള്ളം താഴെ വീഴേണ്ടത് ഇനിയിപ്പോൾ മൊത്തം ഒന്ന് ക്ലീൻ ആക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഇവരോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത്. പിന്നെ സൈക്കിളിൽ ഇനി എല്ലാം സാധനങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പം മഴ ഒന്ന് കുറഞ്ഞിട്ടാ. ഇത്ര നേരം നല്ല മഴയായിരുന്നു. മഴ ഇപ്പോൾ ഒന്ന് കുറഞ്ഞ് കുഴപ്പമില്ല കേട്ടോ. ആ ഒരു മലയ്ക്ക് അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ സ്നോ വീണ്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര മഴയായിരുന്നു. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്നോ ഉണ്ട്. എന്തായാലും മാഗി വെച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. നമ്മുടെ മാഗി സെറ്റായിട്ടോ. അപ്പം ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ വ്യൂ പോയിന്റ് ഇങ്ങനെ നോക്കിയിട്ട് വേണം തിന്നാനായിട്ടാ. ഇങ്ങനെ ഈ ഒരു വെള്ളച്ചാട്ടങ്ങളും ഈ ഒരു മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ ആയിക്കോട്ടെ. നല്ല ചൂടുണ്ടാ. നമ്മളിപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണേട്ടാ. അപ്പോൾ ചെറിയ രീതിയിൽ മഴ പൊടിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെ ഈ ഒരു വ്യൂവിൻ്റെ അവിടെ കേട്ടോ വീണ്ടും വന്നേക്കുന്നത്. എനിക്ക് എന്ത് ഭംഗിയാണ് ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങണേണ്. അങ്ങനെ ഈ ഒരു കോട്ടേജിനോടൊക്കെ യാത്രയൊക്കെ പറയണേ കേട്ടോ. ആ ഒരു മലയിൽ ഇപ്പോഴും നല്ല വ്യൂ ആണ് കേട്ടോ. നോക്കിയേ, നല്ല കിടിലനായിട്ടാണ് സ്നോ വീണേക്കണത്. നമ്മൾ ആ ഒരു സൈഡിലേക്കാണ് കേട്ടോ പോണത്. അങ്ങനെ നമ്മൾ നേരെ പോകണത് ഇനി ബ്രൂണിയിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം 18 കിലോമീറ്റർ ഉണ്ട്. ബ്രൂണി എന്ന് പറയുന്നത് അവിടെ വേറെ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഉള്ള ഈ ചിഗു ക്യാമ്പില്ലേ, ഈ ഒരു റിസോർട്ട്, ഇതൊരു കോട്ടേജാണ്. കോട്ടേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ഈ ഒരു കോട്ടേജ് മാത്രമേ ഉള്ളൂ. വേറെ വില്ലേജോ അതുപോലെ തന്നെ കടകളോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇതൊരു വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യണത്. എന്തായാലും അപ്പം ഇനി എന്തായാലും നമ്മൾ എനിക്ക് തോന്നുന്നത് ഒരു 18-19 കിലോമീറ്ററും കൂടെ ഉണ്ടെന്ന് തോന്നുന്നത് നമുക്ക് ബ്രൂണി എത്താൻ വേണ്ടി. ബ്രൂണി ലാസ്റ്റ് ഒരു ചെക്ക് പോസ്റ്റ് വരും, അത്രയും പോകാൻ പറ്റുള്ളൂ. അതിന് ട്രെക്കിംഗ് ഉണ്ട്. ആ ട്രെക്കിംഗ് പോകണമെങ്കിൽ നമ്മൾ ഗൈഡ് എടുക്കണം. അതിന് അത്യാവശ്യം ഫണ്ടാവും കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് വിടൂല. അതുകൊണ്ട് ഞാൻ ട്രെക്കിങ് പോകണില്ല കേട്ടോ. ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെങ്കിൽ ഞാൻ പോയിന് എന്തായാലും. കാരണം അത്രയും ബഡ്ജറ്റ് കൊടുക്കാൻ എൻ്റെ ഇല്ല കേട്ടോ. അതാണ് നമ്മൾ കുറേ ട്രെക്കിങ് പിന്നത്തേക്ക് വെച്ചേക്കണത്. ഇതിൻ്റെ ഗേറ്റ് എത്തി കേട്ടോ. ഇവിടെ എവിടെ നോക്കി കഴിഞ്ഞാലും മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ മാത്രമേ കേട്ടോ. നോക്കി, അതുപോലെ ഇവിടെ ഒരു അരുവി ഒഴുകാണ്ട്, ഒരു അരുവിയല്ല ഒരു നദി ഒഴുകാണ്ട്. ഈ ഒരു നദിയുടെ പേരാണ് ഡ്രീ റിവർ കേട്ടോ. നമ്മളെ ആ ഒരു ചിഗു ക്യാമ്പിൽ നോക്കുമ്പോൾ ഒരു മനോഹരമായ ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ആദ്യം കണ്ടതല്ല, രണ്ടാമത് കണ്ടാട്ടെ. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ഒരു വെള്ളച്ചാട്ടമാണ് മക്കളെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടാ. അടിപൊളിയായിട്ടാണ് ഇങ്ങനെ ഒഴുകി വരുന്നത്. എൻ്റെ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ. എൻ്റെ മോനെ സെറ്റ് വെള്ളച്ചാട്ടം കേട്ടാ. ഇത് ശരിക്കും ഉണ്ടല്ലോ ഇങ്ങനെ ഒഴുകി നേരെ അടിയിലെത്തും. അടിയിൽ നിന്ന് നേരെ ഒഴുകി ചെല്ലണത് ഡ്രീ റിവറിലേക്കാണ് കേട്ടോ. ഡ്രീ റിവർ ശരിക്കും വന്നത് ചൈനയിൽ നിന്നുമാണ്. ചൈനയിൽ നിന്ന് ഒരുപാട് റിവറുകൾ അരുണാചലിലേക്ക്, അതായത് നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരുപാട് ഒഴുകി വരുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ഡ്രീ റിവർ കേട്ടോ. കണ്ടില്ലേ ഇങ്ങനെ ഒഴുകി പോകണ നോക്കിയേ. നമ്മളെ പോണ റോഡിൽ ഇതേ വേറൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. മാവു വാട്ടർഫാൾ എന്നാണ് ഇതിൻ്റെ പേര്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോണത്. അതി വെൽഫെയർ അസോസിയേഷൻ ആട്ടോ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തേക്കണത്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോണത്. സൈക്കിൾ എന്തായാലും ഇവിടെ വെച്ചിട്ട് വേണം പോകാൻ കേട്ടോ. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ മുന്നോട്ട് പോകാൻ. പിന്നെ ആ വാട്ടർഫാളിൽ നിന്ന് ഒഴുകി തന്നെ വെള്ളമാണ് ഈ ഒഴുകി അടിയിലേക്ക് പോണത്. അടിയിലേക്ക് നമ്മളെ ഡ്രീ റിവറിലേക്കാണ് ചെന്ന് എത്തണത്. ചെറിയൊരു റൂട്ടാണ്. ഇങ്ങനെ നടന്ന് വേണം നമ്മൾ പോവാൻ. അല്ലേ
ഒരു കാടിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേട്ടാ. നല്ല അടിപൊളിയാണ്ടാ. ഇങ്ങനെ ഇങ്ങനെ നടന്നു പോണോട്ടാ പോവാൻ. മഴ നനഞ്ഞ ആകെ ചെറിഞ്ഞിരിക്കുന്നതാണ് ഇവിടെയൊക്കെ. അട്ടയുണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടാ. നമ്മൾ സൂക്ഷിച്ചു വേണം പോവാൻ. സിന്റെ മോനെ, ശരിക്കും നമ്മൾ ബ്രൂണി പോകണേ. ബ്രൂണിയിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആകെയുള്ളത് പോണ റൂട്ടിൽ ഇതേപോലുള്ള മനോഹരമായ കാഴ്ചകളും ഒരുപാട് വെള്ളച്ചാട്ടങ്ങളാട്ടാ. അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. പക്ഷേ നമ്മൾ ചെല്ലണ ഓരോ റൂട്ടും അടിപൊളിയാണ്ടാ. എൻ്റെ മോനെ, ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമേ കേട്ടാ, വേറെ ആരുമില്ല, ഒറ്റ മനുഷ്യരും ഇല്ല കേട്ടാ. നമ്മൾ ഒറ്റക്കാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോണത്. ഈ വഴിയൊക്കെ ഇവിടെയുള്ള ആൾക്കാർ തന്നെ സെറ്റാക്കിയതാണ് കേട്ടാ. മരം വെച്ചാണ് എല്ലാം ഉണ്ടാക്കിയത്. അറ തെന്നുണ്ട് കേട്ടാ. എൻ്റെ ഷൂവിൻ്റെ ഹീലെല്ലാം പോയി കിടക്കണേന്. അപ്പൊ കുറച്ച് പണിയാണ്. എൻ്റെ മോനെ, അങ്ങനെ നമ്മളെത്താറായിട്ടാ. ചേടാ, അങ്ങനെ ഫൈനലി നമ്മളെത്തി മക്കളെ. രക്ഷയില മക്കളെ. ഇതെന്റെ മോനെ ഒരു കിട്ടില വെള്ളച്ചാട്ടോട്ടാ. എന്തൊഴുക്കാ ഒഴുകാനാ എന്റെ മോനെ. ഇവിടെ ഇപ്പൊ നമ്മള് മാത്രം കേട്ടാ, വേറെ ആരുമില്ല. നമ്മളൊറ്റക്കാണ് ഈ ഒരു മനോഹരമായ കാഴ്ച ആസ്വദിച്ചിരിക്കണേട്ടാ. എന്റെ പൊന്നോ, ഇത് എവിടുന്ന ഇങ്ങനെ ഒഴുകി വന്നേ നോക്കിയേ. ഓ, നല്ല പവറുണ്ടാ. സത്യം പറഞ്ഞിട്ടല്ലോ, നമ്മളെ ഈ ഒരു റൂട്ട് വന്നത് വല്ലാത്തൊരു മുതൽ തന്നെയാട്ടാ. എന്റെ പൊന്നോ, ഇതെന്താ പറയേണ്ടത് എനിക്ക് അറിയില്ലാട്ടാ. കിട്ടില്ല വെള്ളച്ചാട്ടം എന്ന് പറയുന്ന ഒരു രക്ഷയില്ലാത്ത വെള്ളച്ചാട്ടം. വ്യൂ വാട്ടർഫാൾ എന്നാണ് ഇതിന്റെ പേര്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് വരും. നമ്മള് ചിഗു ക്യാമ്പിൽ നിന്നും ബ്രൂണി പോണതിന് മുമ്പ് ഒരു ബ്രിഡ്ജ് വരും. അവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട് കേട്ടോ. അവിടെയാണ് മക്കളെ ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നേട്ടാ. നിങ്ങൾ വന്നോട്ടാ, ഉറപ്പായിട്ട് നിങ്ങൾ വന്നോട്ടാ. ഇപ്പൊ വാട്ടർഫാളിൽ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മുടെ സൈക്കിളിൽ അവിടെ എത്തിയിട്ടാ. ഇനി നമ്മൾ നേരെ പോകുന്നത് ബ്രൂണിയിലേക്കാണ്. ഇപ്പൊ കാലാവസ്ഥ ഒന്നും മാറിയിട്ടുണ്ട്. ഇപ്പൊ ചെറിയ രീതിയിൽ വെയിൽ വന്നിട്ടുണ്ട് കേട്ടാ. മിക്കവാറും ഈ വെയിൽ പോയിട്ട് വീണ്ടും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല കേട്ടാ. നമ്മളെ വെറുതെ മണ്ടന്മാരൊക്കെ നമ്മൾ അയ്യോ വെയിൽ വന്നല്ല, അല്ലെങ്കിൽ അയ്യോ നമ്മള് മഴ വന്നല്ല. പക്ഷെ ഇതൊന്നും അല്ല, പെട്ടെന്ന് മാറും. ഇതിപ്പോ വെയിൽ വന്നല്ലേ, നിങ്ങൾ ചിലപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ നോക്കിക്കോട്ടെ, പെട്ടെന്നായിരിക്കും ഒരു മഴ വന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ നല്ല വെയിൽ വരുമായിക്കോട്ടാ. നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി കുറേ ദൂരം വന്നിട്ടാ. മേലൊക്കെ ഇങ്ങനെ കോട വന്നിട്ടിരിക്കണേണ്. അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം കുരങ്ങന്മാരുണ്ട് കേട്ടാ. ഭയങ്കര സൗണ്ട് കേൾക്കണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റെണ്ണത്തിൽ ഞാൻ കാണാനുള്ള, എല്ലാം പേടിച്ച് പോയി തോന്നുന്നു. നമ്മൾ സഞ്ചരിക്കാൻ റൂട്ടാണെങ്കിൽ ഈ കാണുന്നത് ചെറിയൊരു റോഡാണ്. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററും കൂടെ ഉള്ളൂ കേട്ടോ ബ്രൂണി. ചവിട്ടി പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ പോയി. സൈക്കിൾ ഫുള്ള് സീനായിട്ടിരിക്കണേണ്. ഈ ബ്രൂണിയിൽ നിന്ന് തിരിച്ച് വല്ല വണ്ടി കിട്ടിക്ക് തന്നെ സെറ്റാണ് കേട്ടോ. ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു അന്ത്യമില്ലെന്ന് തോന്നട്ടാ മക്കളെ. എവിടെ ചെന്നാലും വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ. ഇത് നോക്കിയേ, ഇത് മറ്റൊരു വെള്ളച്ചാട്ടം കേട്ടാ. ഇതും വല്ലാത്തൊരു ഭംഗിയാണ് കാണാൻ വേണ്ടി. എന്താ പറയാ, മേലിൽ നിന്ന് എന്തൊക്കെയോ ഒരു സാധനം ഇങ്ങനെ എടുത്ത് എറിയണ പോലെ ഉണ്ടാ കാണുമ്പോ. പക്ഷെ എൻ്റെ മോനെ എന്താല്ലേ, ഇതൊക്കെ നമ്മൾ ആസ്വദിച്ചാട്ടാ പോണത്. ഈ റൂട്ടിൽ ഇത് മാത്രമേ ഇടൂ. അതാണ് ഞാൻ കുറേ വീഡിയോസ് ഒന്നും എടുക്കാഞ്ഞത്. നമ്മളിത് കണ്ട് എന്തോ ഒരേ ഇപ്പൊ ഞാനപ്പോൾ നല്ല നല്ല വെള്ളച്ചാട്ടങ്ങൾ കാണുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കട്ടെ മാക്സിമം. കാരണം നിങ്ങളും ഈ ഒരു ഫീല് കണ്ട് നിങ്ങൾ ഈ ഒരു റൂട്ടിലൂടെ ഒരു പ്രാവശ്യം വീണ്ടും വന്നോട്ടെ. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം. നല്ല നല്ല അനുഭവങ്ങളായിക്കോട്ടെ. ഞാൻ ഈ ഒരു റൂട്ടിലൂടെ യാത്ര ചെയ്ത് എന്തോ പോലെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി, വല്ലാത്തൊരു ഫീലിംഗ് ആയിപ്പോട്ടെ ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ. ആ ഒരു സ്ഥലം അവിടെ നോക്കിയാൽ അവിടെ ഇങ്ങനെ കോട ഫുള്ള് ഇങ്ങനെ വന്നിട്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടെ പോകുമ്പോൾ ചിലപ്പോൾ മിക്കവാറും മഞ്ഞുമല കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മളെ ഇപ്പോൾ ഏകദേശം ബോർഡർ എത്തിയേട്ടാ. ആ കാണുന്ന എന്തോ ITBPയുടെ ക്യാമ്പാണ് തോന്നുന്നത്. ഇവിടെ ഒരു കിടില വെള്ളച്ചാട്ടം ഒഴുകുന്നുണ്ട്. നോക്കിയേ, ഇത് ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. പടം വരച്ചേക്കണ പോലെയാണ് ഇങ്ങനെ വന്നേക്കണത്. എൻ്റെ മോനെ, നമ്മൾ ഈ മതിലൊക്കെ ഇങ്ങനെ പടം വരക്കുമല്ലോ, അതേപോലെ ഉണ്ട് ഇതിൻ്റെ ഒരു ഷേപ്പ് കേട്ടാ. ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് പെയിൻറ്റ്. അതായത് പടം വരച്ചിട്ട് പെയിൻറ്റ് ഇങ്ങനെ ഒഴുകി ഓരോ സൈഡിലേക്ക് പോകല. അതേപോലെ ഉണ്ട് ഈ ഒരു വെള്ളച്ചാട്ടം കാണുമ്പോൾ. എന്താളേ, ഇന്നലെ അവിടം വരെ പോവാം. എന്തെങ്കിലും ഫുഡ് കിട്ടാൻ നോക്കാട്ടോ. ITBPയുടെ ക്യാമ്പിന്ന് നല്ല വിശപ്പുണ്ട്. വിശന്ന് പൊരിഞ്ഞു കേട്ടാ. എന്താണെന്നറിയില്ല, നല്ല വിശപ്പായിരുന്നു. ഫുഡ് ഉണ്ടാക്കാമെന്ന് വെച്ച് പക്ഷേ സമയം ഒരുപാട് എടുക്കും. ചോദിച്ചു നോക്കാട്ടാ. നമ്മളങ്ങനെ ഇവിടെ അവസാനം ബ്രൂണിയിലെത്തിയേട്ടാ. വെൽക്കം ടു ബ്രൂണി.
അപ്പോൾ അതേ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ITBPയുടെ. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. അങ്ങോട്ട് ഏകദേശം 1 കിലോമീറ്റർ വരെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ സൈക്കിൾ ഇവിടെ ഉണ്ട്. ഇവിടെ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ആ കാണുന്ന മലയില്ലേ, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. അങ്ങോട്ടൊക്കെ നമുക്ക് ട്രെക്കിങ് പോകാൻ പറ്റും, പക്ഷേ വിത്ത് ഗൈഡ് അല്ലാണ്ട് അലൗഡ് ചെയ്യൂല. ഇവിടെ വിത്തൗട്ട് ഗൈഡ് ഒരിക്കലും അലൗഡ് ചെയ്യില്ല കേട്ടോ. വിത്ത് ഗൈഡായിട്ട് മാത്രമേ അലൗഡ് ചെയ്യുള്ളൂ. 4-5 ദിവസത്തെ ട്രെക്കിംഗ് ഉണ്ട്, 2 ദിവസത്തെ ട്രെക്കിംഗ് ഉണ്ട്. ഇതെല്ലാം ഗൈഡാക്കി വിടുള്ളൂ. അതിന് അത്യാവശ്യം ഫണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിച്ച് നെക്സ്റ്റ് ടൈം വരാം, ട്രെക്കിങ്ങിന് വേണ്ടി മാത്രമേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു പ്ലാനിലിരിക്കണേന്ന്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് തിരിച്ചു പോകാനില്ലാന്ന് വെച്ചിരിക്കണേ കേട്ടോ. നമുക്ക് ഇവിടെ തങ്ങാൻ പറ്റില്ല. ചിലപ്പോൾ ഇവിടെ നമ്മൾ ടെൻ്റ് അടിക്കാൻ പറ്റുമെങ്കിൽ ടെൻ്റ് അടിക്കും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വണ്ടി കിട്ടി ഇങ്ങനെ റിട്ടേൺ പോകട്ടെ, അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ നല്ല രീതിയിൽ വിശന്ന് പൊന്നിരിക്കണമായിരുന്നു. ആ സമയത്ത് നമുക്ക് ഇവിടുന്ന് ഫുഡ് കാര്യങ്ങളൊന്നും കേട്ടോ ഇവിടുത്തെ ITBP ക്യാമ്പിൽ നിന്ന്. കാരണം അത് ഫുഡ് ഓൾറെഡി തീർന്ന്. അപ്പോൾ ഇവർ ഈ ചോറുണ്ടായിരുന്നു, ഭാഗ്യത്തിന് ചോറ് മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ അച്ചാറും ഉണ്ടെന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സോസ് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ മുട്ട പൊരിച്ചു കൊണ്ടുവന്നു കേട്ടോ. അതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അത് ഇനിയിപ്പോൾ ഏകദേശം 5 മണിയാറട്ടെ, 5 മണി കഴിഞ്ഞ്. ഇനിയിപ്പോൾ മിക്കവാറും ഇവിടെ നിന്ന് ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന് നോക്കണം, അല്ലെങ്കിൽ തിരിച്ച് റിട്ടേൺ പോകേണ്ടി വരും കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കാം. നമ്മളിവിടെ ചോദിച്ചിട്ടുണ്ട്. ഒരു മനോഹരമായ വെള്ളച്ചാട്ടമുണ്ട്, അതിൻ്റെ കിടിലം വ്യൂ ആണ്. പക്ഷേ ഇവിടെയൊക്കെ പാമ്പിന് ഇഷ്ടംമാതിരി കണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ഇവിടെ എനിക്ക് അത് കേട്ടപ്പോൾ എന്തോ പോലെ. അപ്പോൾ അവിടെ ടെൻ്റ് അടിക്കണോ വേണ്ടിയെന്നുള്ള രീതിയിൽ ഇരിക്കണതാണ് ഞാൻ. നമ്മൾ ടെൻ്റ് അടിച്ചത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ കുറച്ച് പേടിച്ചാണ് അടിക്കുന്നത്, കാരണം പാമ്പൊക്കെ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ സൈക്കിൾ ഇവിടെ ഉണ്ട്. നമ്മൾ ടെൻ്റ് അടിച്ചേക്കുന്നത് ഈ കാണുന്ന ഇതിലാണ്ട, ഫോഴ്സിൻ്റെ ആ ഒരു ഇതിൻ്റെ അവിടെയാണ്. അപ്പോൾ അതേ ഇനിയിപ്പോൾ എല്ലാ സാധനങ്ങളും ഇറക്കാനുണ്ട്. അതിന് മുമ്പ് എൻ്റെ ടെൻറ്റിൻ്റെ സിബ് ചെറിയ പണിയുണ്ട്, അപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്യണം. അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു സമാധാനം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെയാണ് താമസിക്കുന്നത്.